കാൽ നൂറ്റാണ്ടുകാലം കേരള പാർട്ടിയെ അടക്കി വാണ പിണറായി വിജയൻ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിശ്ചിത വിമർശനങ്ങൾക്ക് വിധേയനാകുന്നു. സ്വയം തിരുത്തിയില്ലെങ്കിൽ പിണറായിയെ തിരുത്താൻ കേന്ദ്ര കമ്മിറ്റി തയ്യാറാകുമോ? ശ്രീജ, സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ നിന്നടക്കം കണ്ണൂർ, എറണാകുളം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പണ്ട് സോവിയറ്റ് യൂണിയനെ കുറിച്ച് പറയുന്ന രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. അതായത് സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ അധികാരത്തിലിരിക്കുന്ന ഒരു സമയത്ത് അന്ന് സ്റ്റാലിൻ വലിയ ഏകാധിപതിയാണെന്നുള്ള ഒരു വലിയ ചർച്ച ലോകം മുഴുവൻ നടക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച്. സ്റ്റാലിൻ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, പാർട്ടിയെയും ഭരണകൂടത്തെയും ഒക്കെ അദ്ദേഹം അടക്കി ഭരിക്കുന്നുവെന്ന്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത് അവിടുത്തെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഒരു ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്താണ് ഇതിനൊരു മാർഗ്ഗമെന്ന് ആലോചിച്ചപ്പോൾ അവർ ഒടുവിൽ ഒരു മാധ്യമപ്രവർത്തകനെ തന്നെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് അയക്കാം, അദ്ദേഹവുമായി ഈ മാധ്യമപ്രവർത്തകൻ സംസാരിക്കട്ടെ, അങ്ങനെ അറിയാമല്ലോ എന്താണ് സ്റ്റാലിൻ എന്നുള്ളത്, ലോകം അറിയട്ടെ എന്ന് തീരുമാനിച്ചൊരു മാധ്യമപ്രവർത്തകനെ ഏർപ്പെടുത്തുകയാണ്. യൂജിൻ ലിയോൺസ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഇതിന് ചുമതലപ്പെടുത്തുന്നു. അദ്ദേഹം ഈ സോവിയറ്റ് യൂണിയൻ്റെ തന്നെ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടാണ്. അദ്ദേഹം ലിയോൺസ് അങ്ങനെ ഒരു ദിവസം ഈ സ്റ്റാലിനെ കാണാൻ വേണ്ടി വരുന്നു. പിന്നീട് ഈ വാർത്തയാണ് പറയുന്നത്. ലിയോൺസ് ഈ വാർത്ത ഒരു നരേറ്റീവ് രൂപത്തിൽ ആണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ആ വാർത്തയിലേക്കാണ് നമ്മളിനി വരുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ സ്റ്റാലിനെ കാണാൻ ചെന്നു, അദ്ദേഹം എന്നെ വാതിക്കൽ കാത്തു നിൽക്കുകയായിരുന്നു, ചിരിച്ചുകൊണ്ട് തന്നെ സ്റ്റാലിൻ എന്നെ സ്വീകരിച്ചു, ഞങ്ങൾ അകത്ത് പോയിരുന്നു. സ്റ്റാലിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള നോട്ടത്തിൽ അത്രയും കരുണാർദ്രമായിട്ടാണ് അദ്ദേഹം എന്നെ നോക്കിയത്. ആ നിലയിലുള്ള ഒരു നോട്ടമാണ് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ മുറിയിലേക്ക് ഞാൻ നോക്കി, വളരെ ലാളിത്യം നിറഞ്ഞിട്ടുള്ള ഒരു മുറി, അദ്ദേഹത്തിൻ്റെ വേഷം വളരെ ലാളിത്യം നിറഞ്ഞതാണ്. ആ മുറിയും വലിയ രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മുറിയാണ് അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ പക്ഷേ സ്റ്റാലിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് ഭയമായിരുന്നു. പക്ഷെ ഒടുവിൽ ഞാൻ ചോദിച്ചു, എനിക്ക് ചോദിക്കണമല്ലോ, താങ്കൾ ഏകാധിപതിയാണോ എന്ന് ലിയോൺസ് സ്റ്റാലിനോട് ചോദിച്ചു. അപ്പോൾ സ്റ്റാലിൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ അല്ല, ഞാനൊരു ഏകാധിപതിയല്ല. പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എല്ലാവരും പരസ്പരം ചർച്ച ചെയ്തിട്ടാണ്. അവിടെ ആരും ആരോടും ആജ്ഞാപിക്കാറില്ല. എനിക്ക് സന്തോഷമായി, ഞാൻ തിരിച്ച് പുറത്തേക്ക് ഏറെ സന്തോഷത്തോടു കൂടി പുറത്തിറങ്ങി. ഇങ്ങനെയാണ് ഈ റിപ്പോർട്ട് പിന്നീട് ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചു വരുന്നത്. ഈ വാർത്തയുടെ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാർത്ത അവസാനമായിട്ട് എഡിറ്റ് ചെയ്തത് സ്റ്റാലിൻ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഈ പാർട്ടിയെയും അതിൻ്റെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും എല്ലാം മുഖ്യമന്ത്രിയായിരുന്നു, പിണറായി വിജയനായിരുന്നു. പിന്നീട് ഈ 2016 മുതൽ അദ്ദേഹം പാർട്ടിയുടെ ചുമതലകൾ മാത്രമല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കൂടി പാർട്ടിയിലും സർക്കാരിലുമെല്ലാം ആദ്യത്തെയും അവസാനത്തെയും വാക്ക് അദ്ദേഹമായിരുന്നു. അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിക്കൊള്ളട്ടെ, സംസ്ഥാന കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, ഇതിനൊന്നും തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സംസാരിക്കുവാൻ, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ, വിമർശനങ്ങൾ ഉയർത്തുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ നിലയ്ക്കാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. അത് സംസ്ഥാന കമ്മിറ്റിയിൽ ആദ്യമുണ്ടായി, ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പിണറായിയോട് ചോദ്യങ്ങൾ ചോദിക്കാനോ പിണറായിക്കെതിരെ എന്തെങ്കിലും വിമർശനം ഉന്നയിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമല്ല, പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. രാജ്യത്ത് ബംഗാൾ കഴിഞ്ഞപ്പോൾ, ബംഗാൾ യുഗം അവസാനിച്ചതോടുകൂടി CPM-നെ സംബന്ധിച്ച് രാജ്യത്തെ ഏക തുരുത്താണ് കേരളം. കേരളത്തിലെ അവസാന വാക്കാണ് പിണറായി. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് അങ്ങനെ കേന്ദ്ര നേതൃത്വത്തെ പോലും സ്വന്തം വരുതിയിൽ നിർത്താനാവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇനി കാണുന്ന ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലമല്ല, സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. ഇങ്ങനെ സംസ്ഥാന സമിതിയിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗത്തിലുണ്ടായ വിമർശനങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇത് ഈ റിപ്പോർട്ടായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ടിൻ്റെ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര നേതൃത്വത്തിനും സമാനമായ നിലപാടുകൾ എടുക്കേണ്ടി വരും. ഈ മാസം 28 മുതൽ 30 വരെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. കേരളത്തിലെ പാർട്ടിയുടെ ഒപ്പം സർക്കാരിൻ്റെ സ്ഥിതിയെക്കുറിച്ച്. കാരണം വെറുതെ ഒരു പരാജയം ഉണ്ടാവുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ പരാജയം സർക്കാരിനോടുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊരു പരാജയത്തിലേക്ക് എത്തിയത് എന്ന് പാർട്ടിക്കകത്ത് തന്നെ, അത് സംസ്ഥാന തലത്തിലായാലും ജില്ലാ തലത്തിലായാലും ഒക്കെ പാർട്ടിക്കകത്ത് തന്നെ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടി വരും. ഒപ്പം ഇതിൽ ചില തിരുത്തലുകൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ള സൂചനകൾ. അങ്ങനെ സൂചനകൾ ഉണ്ട് എന്ന് പറയാനുണ്ടായ ഒരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വെച്ച്
CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, കേരളത്തിലെ പരാജയത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ നമ്മളൊക്കെ കുറേ കാലങ്ങളായി സീതാറാം യെച്ചൂരി ഈ AKG സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ AKG ഭവനിൽ നിന്ന് ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ അതിന് സമാനമായ ഈ നേതാക്കൾ വരുമ്പോഴുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ടായാൽ സീതാറാം യെച്ചൂരി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത് എന്നെപ്പോലെ പ്രേക്ഷകർക്കും അറിയാം. അത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് പറയുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ സീതാറാം യെച്ചൂരി പറഞ്ഞ വാചകം ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി യോഗം കഴിയട്ടെ എന്നിട്ട് പറയാമെന്നാണ്. അങ്ങനെ നേതൃത്വത്തിന് സംസ്ഥാനത്തെ സാഹചര്യങ്ങളിൽ അതൃപ്തിയില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഒരു മറുപടിയിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ പറയാം, അതേക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, അങ്ങനെ ഒന്നും ഞങ്ങൾ ആലോചിക്കുന്നതേ ഇല്ല എന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MV ഗോവിന്ദൻ പോകുന്നത് വെറുതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റാലിൻ്റെ ഓഫീസിൽ പോയി ഇറങ്ങിയ പോലെ ഒരു റിപ്പോർട്ടുമായിട്ടല്ല പോകുന്നത്. ജില്ലാ ഘടകങ്ങളിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള വിമർശനാത്മകമായ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ടും കൊണ്ടാണ് MV ഗോവിന്ദൻ ഡൽഹിയിലേക്ക് ഈ യോഗത്തിൽ, കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ആ യോഗത്തിൽ സ്വാഭാവികമായും ഈ ഉയർന്നു വന്ന എല്ലാ വിമർശനങ്ങളും ചർച്ചയ്ക്ക് വിധേയമാവും. ഇപ്പോൾ അത് കമ്മിറ്റിയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ കമ്മിറ്റിയിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കണ്ടത് പാർട്ടി കമ്മിറ്റികൾക്ക് പുറത്തും വിമർശനങ്ങൾ ഉണ്ടായി വരുന്നതാണല്ലോ. തോമസ് ഐസക്കിൻ്റെ ആ യൂട്യൂബ് ചാനലിന് കടുത്ത അഭിമുഖം നമ്മൾ മുന്നേ ചർച്ച ചെയ്തതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം. അത് അത്തരത്തിൽ ഇതിനു മുൻപൊന്നും പാർട്ടി അത്തരത്തിലുള്ള ഒരു പരസ്യമായ വിമർശനങ്ങൾക്കോ പരസ്യ പ്രതികരണങ്ങൾക്കോ ഒന്നും പാർട്ടി നേതാക്കളെ അനുവദിക്കാറുണ്ടായിരുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ടായിരുന്നില്ല. പക്ഷേ തോമസ് ഐസക് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു അഭിമുഖം കൊടുക്കുകയാണ്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുകയാണ്, ജനങ്ങൾക്കുടേത് കൂടിയാണ് പാർട്ടി എന്നാൽ പാർട്ടിക്കാരുടേത് മാത്രമല്ല, ജനങ്ങൾക്കുടേത് കൂടിയതാണ് പാർട്ടി. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ജനങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചും സർക്കാരിനെക്കുറിച്ചും അത് അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറുന്നു എന്നൊരു വിമർശനം അവർക്കുണ്ടെങ്കിൽ ആ വിമർശനത്തെ കേൾക്കാനും അത് പരിഹരിക്കാനും നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരുടെ പ്രവർത്തന ശൈലി, ആ ശൈലിക്ക് മാറ്റം വരണം. ഇപ്പോഴത്തെ ശൈലി ശരിയല്ല എന്നൊരു അഭിപ്രായം ജനങ്ങൾക്കുണ്ടെങ്കിൽ ആ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുവാനും ശൈലി മാറ്റുവാനും നമ്മൾ തയ്യാറാവണമെന്ന് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ പരസ്യമായി പറയുകയാണ്. മുൻപ് അങ്ങനെ ഒരു കാര്യം CPM നേതാക്കൾ ആരാണ് അങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്? നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, തോമസ് ഐസക് അങ്ങനെ പാർട്ടിയിൽ പുതുതായി വന്ന ഒരാളല്ല. ഈ പാർട്ടിയുടെ ചിട്ടവട്ടങ്ങളെക്കുറിച്ച്, ഈ പാർട്ടിയിൽ എങ്ങനെയാണ് വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നല്ല കൃത്യമായ ബോധ്യമുള്ള ആളാണ്. പാർട്ടിയുടെ അത്തരം ചട്ടക്കൂടുകൾ ലംഘിക്കാത്ത അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയായ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് അതിൽ വരുന്ന ഒരു സംഗതി, തോമസ് ഐസക് അങ്ങനെ സ്വയം തീരുമാനിച്ച് പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞതിൽ കേന്ദ്ര കമ്മിറ്റിയുടെ കൂടി അനുമതി ഉണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ അവരുടെ അറിവോടെ, അല്ലെ, അനുമതി ഉണ്ടായി എന്ന് വരില്ല, പക്ഷെ അവരുടെ അറിവോടെ അല്ലാതെ തോമസ് ഐസക്കിനെ പോലെ ഒരു നേതാവ് അത്തരം ഒരു വിമർശനം പരസ്യമായി ഉന്നയിക്കാൻ ധൈര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അങ്ങനെ വിമർശനങ്ങൾ പരസ്യമായി പറയാതെ ഗതിയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന നിരന്തരമായി ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ, എന്തായാലും അതിന് മുഖ്യമന്ത്രി മറുപടി ഒന്നും പറയുന്നുമില്ല. വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുന്നു, ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു, മറ്റ് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങുന്നു, ശമ്പളം മുടങ്ങുന്നു, അങ്ങനെ എല്ലാ മേഖലയിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന് മാത്രം ഒരു കുറവുമില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ സംസ്ഥാനത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കണ്ടതുമെന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ആ നിലയിൽ പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ആൾ മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഇതുവരെ. അപ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെ ജനങ്ങൾക്ക് അമർഷമുണ്ടെങ്കിൽ, അദ്ദേഹത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാർട്ടിയെയും ബാധിക്കും. പാർട്ടിയോടുള്ള താല്പര്യവും ജനങ്ങൾക്ക് കുറയും, പാർട്ടിയും തിരസ്കരിക്കപ്പെടും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് കൊഴിഞ്ഞുപോയ വോട്ടുകളൊക്കെ അത് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ CPM അല്ലെങ്കിൽ കോൺഗ്രസ്, LDF അല്ലെങ്കിൽ UDF എന്നിങ്ങനെ മാറി മാറി വോട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന ചില നിഷ്പക്ഷ വോട്ടർമാരും അപ്പുറത്ത് രണ്ട് പാർട്ടിയുടെയും അടിയുറച്ച വിശ്വാസികളും. ഇതിനല്ലാതെ ഒരു ബദൽ സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്നല്ലോ. BJP ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് ഏത് വിധമാണെന്നൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. എത്രയോ നിയോജക മണ്ഡലങ്ങളിൽ LDF MLA-മാരുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയിരിക്കുന്നത് BJP-ആണ്. 11 മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ അടക്കം. അപ്പോൾ ആ നിലയിലേക്ക് CPM-ന് ഒരു പകരം സംവിധാനം ഈ നാട്ടിലെ ആളുകൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചുവരില്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതിയിലേക്ക് പോയപ്പോഴാണ് അതിൻ്റെ പ്രാദേശിക നേതൃത്വത്തിനാണെങ്കിലും സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾക്കാണെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും
പാർട്ടിയുടെ ഭാവി എന്ന കാര്യത്തിൽ അത്തരം ആളുകൾക്കെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്നത് ആശ്വാസകരമാണ്. ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ തിരിച്ചടി അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ അമൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ക്ഷേമ പെൻഷനുകൾ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടായി, മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങളുണ്ടായി, ഇതൊക്കെ തിരിച്ചടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് പത്തനംതിട്ടയാണ്. തോമസ് ഐസക് ഉത്തരം പറയേണ്ടി വന്നു പലയിടത്തും, എന്തുകൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്നതിന് ഉത്തരം പറയേണ്ടി വന്നതും കുറ്റവാളിയായി നിൽക്കേണ്ടതും പത്തനംതിട്ടയിലെങ്കിലും തോമസ് ഐസക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊള്ളലിൽ നിന്നായിരിക്കും ഐസക് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതൊരു ഒറ്റപ്പെട്ട വികാരമായി നമുക്ക് കാണാൻ കഴിയില്ല. ഈ മന്ത്രിസഭയെക്കുറിച്ച് സംസ്ഥാന സമിതിയിലുണ്ടായ വിമർശനം നമ്മൾ മാധ്യമങ്ങളിൽ വന്നത് വായിച്ചു. അത് മുഖ്യമന്ത്രിയും 19 നിഴലുകളും എന്നതാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഈ സംസ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആര് എന്ന് ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു കുട്ടിയോട് ചോദിച്ചാൽ പറയും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതല്ലാതെ ഏതെങ്കിലും മന്ത്രിമാർക്ക് ഒരു വോയിസ് ഉള്ളതായി നമുക്ക് തോന്നിയിട്ടില്ല, അല്ലേ? എല്ലാ വകുപ്പുകളുടെയും എല്ലാവരും ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ എനിക്കൊക്കെ വ്യക്തിപരമായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊരു മന്ത്രിയോട് ചെന്ന് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ മുഴുവനായും കാര്യങ്ങൾ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കുക. അത് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിനനുസരിച്ച് ഒരു യന്ത്രങ്ങൾ പോലെ മുഖ്യമന്ത്രിയുടെ തീരുമാനം അനുസരിച്ച് അവർ ചെയ്യും, മുഖ്യമന്ത്രിക്ക് വിരോധമില്ലാത്ത തരത്തിൽ. ഇത് വളരെ പ്രകടമായിരുന്നു. അത് ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ എന്തുകൊണ്ടോ രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇത് വളരെ പ്രകടമായി തോന്നിയത്. അതിന് കിട്ടിയ ഏറ്റവും അടുത്ത അവസരത്തിൽ ജനം അതിനോട് പ്രതികരിച്ചു എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് സ്വാഭാവികമായും അങ്ങനെ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി എന്ന നിലയിൽ, അല്ല ഇതിൻ്റെ മുഴുവൻ ചുമതലക്കാരൻ, ഇത് മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ആൾ എന്ന നിലയിൽ മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ ഒരു തോൽവി വന്നാൽ അത് മുഖ്യമന്ത്രിയുടെ തോൽവിയായി തന്നെ കണക്കാക്കും. അതിന് മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരും. നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുണ്ടായ വിമർശനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. പ്രധാനമായും വിമർശനങ്ങൾ വന്നത് കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും എറണാകുളത്ത് നിന്നുമാണ്. ആദ്യം കണ്ണൂർ, മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയാണ് കണ്ണൂർ, മുഖ്യമന്ത്രിയുടെ തട്ടകമാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വികാരം എന്തായിരുന്നു എന്നറിയാമോ? അത് മൈക്കിനോട് കാണിച്ച അസഹിഷ്ണുതയാണ്. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസവും ഇതേ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, മൈക്കിനോട് പോലും അസഹിഷ്ണുത, മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം, ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പൊതുവെ സർക്കാർ പൊതുസമൂഹത്തിൽ നിന്ന് പാടെ അകന്നുപോയി. സർക്കാരിലും പാർട്ടിയിലും ശൈലി മാറ്റം വേണം. എന്ത് ശൈലിയാണ് മാറ്റേണ്ടത്? ഈ ശൈലി കണ്ടിട്ടല്ലേ വോട്ട് ചെയ്തത് എന്നൊക്കെ എം വി ഗോവിന്ദൻ ചോദിക്കുമ്പോഴും പാർട്ടിക്കകത്ത് നിന്ന് അത് ചോദിച്ചതിന് ശേഷമുള്ള എല്ലാ കമ്മിറ്റികളിലും ശൈലി മാറണമെന്ന് പാർട്ടിയിലുള്ളവർ തന്നെ പറയുന്നു എന്നതാണ്. അടുത്തത് പത്തനംതിട്ട. നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു മണ്ഡലമായിരുന്നു തോമസ് ഐസക്. പത്തനംതിട്ടയിൽ എല്ലാം നേരിട്ട് ഏറ്റുവാങ്ങിയ ഒരാളാണ്. മകൾക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വിശ്വസനീയമായ ഒരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് പത്തനംതിട്ടയിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. നമ്മൾ കഴിഞ്ഞ ദിവസവും ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്. അതിന് ഉദാഹരണമായി പറയുന്നത്, എങ്ങനെയാണ് ബിനീഷ് കോടിയേരിക്കെതിരായ കേസ് വന്നപ്പോൾ കോടിയേരി എങ്ങനെ വന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചത്. അതുപോലെ ഈ വിഷയത്തിൽ ഈ ആരോപണം ഉയർന്ന ശേഷം ഒരിക്കൽ പോലും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. പക്ഷെ എന്തുണ്ടായി? പറയേണ്ടി വന്നത് മുഴുവൻ ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ്. അന്നും ഞാൻ പറഞ്ഞു, ഒരു തർക്കമുണ്ടാകുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ ഒന്നുമില്ലാതെ നിന്ന സാധാരണ പാർട്ടിക്കാരും പ്രവർത്തകരുമാണ് ഈ റിയാക്ട് ചെയ്തത് മുഴുവൻ. അടുത്തത്, നല്ല കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന നടപടികളല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര അടക്കം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനത്തിലേക്ക് എത്തിയത്. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് പാർട്ടി അംഗങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറ്റമെങ്കിൽ, അവർ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ, അതായത് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റത്തിനെതിരെ മറ്റൊരു വിമർശനമുണ്ടായി. അവർ ഇങ്ങനെയാണ് പാർട്ടിക്കാരോട് പെരുമാറുന്നതെങ്കിൽ ജനങ്ങളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. എറണാകുളം കമ്മിറ്റിയിലെ വിമർശനങ്ങളും ഇന്നും ഇന്നലെയുമൊക്കെയായി മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. അത് മകനെതിരെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മകനെതിരെ ആരോപണം ഉയർന്നപ്പോൾ കോടിയേരി എങ്ങനെയാണ് വിശദീകരണം നൽകിയത്, അതുപോലെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അത് പ്രധാനമായും എറണാകുളത്താണ് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായത്. മറ്റ് നേതാക്കൾ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വന്നു. പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ പ്രത്യേകിച്ച് ജനങ്ങളിൽ നിന്ന് പാടെ അകന്നുപോയി. അങ്ങനെ ഇപ്പൊ 3 ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള വിവരങ്ങളെ വരുന്നുള്ളൂ, ഇനി ചേരാനുണ്ട്. സ്വാഭാവികമായും ഈ തിരിച്ചടി നേരിട്ടിടത്തെല്ലാം
അവിടുത്തെ പ്രവർത്തകർക്ക് ഇത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവർ ശ്രമിച്ചു, പക്ഷേ നടക്കാതെ പോയതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമാണ്. സ്വാഭാവികമായും അവർക്ക് അതിന്റെ ഭാരം ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഏറ്റെടുത്തിരുന്നിട്ടും കാര്യമില്ല. വെള്ളം മുഴുവൻ വാർന്നു പോയതിനു ശേഷം പിന്നെ അണകെട്ടിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് പുച്ഛവും പരിഹാസവുമാണെന്നൊക്കെ ജില്ലാ നേതാക്കൾക്ക് ആ ജില്ലാ കമ്മിറ്റിയിൽ തുറന്നടഞ്ഞ് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ സാധാരണക്കാർ ഇവരെയൊക്കെ സമീപിക്കുമെന്നൊരു വിഷയമുണ്ട്. അതിൽ നമുക്കറിയാം, ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സമിതിയിലടക്കം ഉയർന്ന വലിയ വിമർശനം ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് ചില ബാഹ്യശക്തികളാണ് എന്നുള്ളതാണ്. പുറത്തു നിന്നുള്ള ചില ശക്തികൾ മുഖ്യമന്ത്രിക്ക് ഇടപെടാനാവാത്ത വിധം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മറികടന്നുകൊണ്ട് പോലും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുവാൻ മറ്റു ചിലർക്കാവുന്നു എന്നൊക്കെ, അതൊക്കെ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കാണ്, പി ശശിയിലേക്കാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല കാര്യങ്ങളിലും അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾക്ക് നേരെ വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ക്ഷീണമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ടി പി കേസ് പ്രതികളെ അവരുടെ ശിക്ഷ ഇളവ് ചെയ്യുവാനുള്ള ഒരു തീരുമാനം സർക്കാർ തലത്തിലുണ്ടാവുന്നത്. അത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലൊക്കെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അടക്കം പങ്കുണ്ട് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയോട് തന്നെ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം സർക്കാരിനെ പ്രതിരോധിക്കാനൊന്നും തയ്യാറായില്ല, ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ സാധാരണ നിലയിൽ അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. സർക്കാരിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് സംസ്ഥാന സെക്രട്ടറി എപ്പോഴും മറുപടി പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. ആ നിലയിലാണ് പാർട്ടിയുടെ ഏത് ഘടകത്തിലുള്ള ആളുകളും ആ നിലയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതായത് ഇനി മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്ക് വഴങ്ങിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണോ അതെല്ലാം അനുസരിച്ചുകൊണ്ട് ആ വഴിക്ക് തന്നെ പോകുക എന്നുള്ളൊരു രീതി ഇനി ഈ പാർട്ടിയെയും സർക്കാരിനെയും നല്ല രീതിയിലായിരിക്കില്ല മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരു വിലയിരുത്തൽ അതിൻ്റെ എല്ലാ ഘടകങ്ങളിലുമുള്ള ആളുകൾക്കുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷവും സംസ്ഥാന സമിതി യോഗത്തിന് ശേഷവും ഒക്കെ പുറത്തു വരുന്ന വികാരം. സ്വാഭാവികമായിട്ടും ഇതുതന്നെയായിരിക്കും സംസ്ഥാന സമിതിക്ക് ശേഷം ഇനി ചേരാൻ പോകുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഉണ്ടാവുക. 28 മുതൽ 30 തീയതി വരെയാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. പാർട്ടിയെ തിരുത്താൻ, സംസ്ഥാനത്തെ കേരളത്തിലെ പാർട്ടിയെ തിരുത്താനുള്ള ഒരു നിലപാട് അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന്, കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുണ്ടാകുമോ എന്നത് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ICL Finco, the intelligent choice.